ഹായ് ഫ്രണ്ട്സ്, R4iയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഏത് അസറ്റ് ക്ലാസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ പലപ്പോഴും പല കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഹൈ ഗ്രോത്ത് നൽകുന്ന അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതല്ല കൺസിസ്റ്റന്റ് ഗ്രോത്ത് നൽകുന്ന അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ ഇവിടെ ഈ രണ്ട് അസറ്റ് ക്ലാസ്സിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ഹൈ ഗ്രോത്ത് സെഗ്മെന്റിലുള്ള ഇപ്പോൾ ഈക്വിറ്റി, അതുപോലെ ബിറ്റ് കോയിൻ, അതുപോലുള്ള മറ്റ് ക്രിപ്റ്റോ കറൻസികൾ, സെക്ടറൽ മ്യൂച്വൽ ഫണ്ട്സ്, ഇന്റർനാഷണൽ ഈക്വിറ്റി, ഇതൊക്കെ ഹൈ ഗ്രോത്ത് സെഗ്മെന്റിലുള്ള അസറ്റ് ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മുടെ പണത്തെ വളരെ വേഗത്തിൽ വളർത്തിയിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇവ സഹായിക്കും. എന്നാൽ മാർക്കറ്റ് ഇടിയുമ്പോൾ വലിയ തകർച്ചയായിരിക്കും ഈ സെഗ്മെന്റിൽ ഉണ്ടാവുക. ഇന്ന് നേരെ മറിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകുന്ന അസറ്റ് ക്ലാസ്സുകൾ അവിടെ വലിയ ലാഭം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടില്ല എന്നൊരാശ്വാസമുണ്ട്. അപ്പം അത്തരം അസറ്റ് ക്ലാസ്സുകളിൽ പെട്ടതാണ് ഗോൾഡും ബോൺസ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ, ബാലൻസ്ഡ് മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റ് എത്ര തകർന്നാലും തങ്ങളുടെ നിക്ഷേപം ഒരു പരിധിവരെ സുരക്ഷിതമായിരിക്കും. കൂടാതെ ഇൻഫ്ലേഷനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇത്തരത്തിലുള്ള കൺസിസ്റ്റൻസി റിട്ടേൺ നൽകുന്ന അസറ്റ് ക്ലാസ്സുകൾക്ക് കഴിയും. എന്നാൽ അവിടെയുള്ള ഒരു ന്യൂനത, നമ്മുടെ പണം ഇരട്ടിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും എന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണുള്ളത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ് മാത്രം ഫോക്കസ് ചെയ്യുന്നത് തെറ്റായ ഒരു രീതിയാണ്. പകരം ഈ രണ്ടിൻ്റെയും ഒരു മിക്സഡ് അലോക്കേഷനാണ് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത്. കാരണം ഹൈ ഗ്രോത്ത് പ്ലസ് കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത്, ഈ രണ്ടും മാച്ച് ചെയ്യുന്ന അസറ്റ് ക്ലാസ്സുകളാണ് പൊതുവെ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലെ 30 മുതൽ 40% ബോണ്ടുകളിലും, അതുപോലെ ബാക്കി നമ്മൾ 60 മുതൽ 70% വരെ ഈക്വിറ്റിയിലോ അല്ലെങ്കിൽ നല്ല ഹൈ ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി. എന്നാൽ ഇവിടെ പലപ്പോഴും ഷോർട്ട് ടേമിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് നൽകുന്ന അസറ്റ് ക്ലാസ് എന്ന് കരുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വലിയ തോതിൽ തകർച്ച നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം വളറ്റിലിറ്റി മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ നമ്മൾ ഈ 2026 ജനുവരി 1 മുതൽ ഈ 2026 ജൂൺ 27 വരെയുള്ള ഈ ഒരു 6 മാസത്തെ കാലയളവിൽ ഈ വിവിധ അസറ്റ് ക്ലാസ്സുകൾ നൽകിയ റിട്ടേൺ ഒന്ന് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഈക്വിറ്റിയിലുള്ള നിഫ്റ്റി 50 ഇൻഡെക്സ് നമുക്കൊന്ന് പരിശോധിക്കാം. അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ്, അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് കൃത്യമായിട്ട് നൽകും. അപ്പോൾ 2026 ജനുവരി 1 തീയതി 26,146 എന്ന ഹൈയിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി 50 ഇന്ന് നമ്മൾ കാണുന്നത് 24,056 എന്ന ലെവലിലാണ്. അതായത് 8% ഒരു ഫോളാണ് ഇവിടെ ജനുവരി 1 മുതൽ ജൂൺ 27 വരെയുള്ള ഈ ഒരു മാസ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഗോൾഡ് നോക്കുകയാണെങ്കിൽ അത് ഡോളറിൽ 4,348 പെർ ഔൺസ് എന്ന ലെവലിലായിരുന്നു ജനുവരി 1 ഉണ്ടായത്. ഇപ്പോൾ അത് 4,089 എന്ന ലെവലിലാണ്. ഏകദേശം 6% ഫോളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സിൽവർ നോക്കുകയാണെങ്കിൽ 73 എന്ന പ്രൈസിലായിരുന്നു ജനുവരി 1 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ജൂൺ 27 അത് 59 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണുള്ളത്. ഏകദേശം 18% ഫോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന റിയൽറ്റി ഇൻഡെക്സ് 885 എന്ന ലെവലിലാണ് ജനുവരി 1 ഉണ്ടായത്. ജൂൺ 27 ഇപ്പോൾ അത് 826 എന്ന ലെവലിലാണ്. 6% ഫോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ക്രിപ്റ്റോയിലെ പ്രധാനപ്പെട്ട കോയിനായിട്ടുള്ള ബിറ്റ് കോയിൻ അത് 88,876 എന്ന ഡോളറിലായിരുന്നു ജനുവരി 1 ഉണ്ടായത്. അതിപ്പോൾ 60,269 ഡോളറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 32% ഫോളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഫോറിൻ ഇക്വിറ്റി നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ S&P 500 നോക്കുകയാണെങ്കിൽ 6,858 ജനുവരി 1 ഉണ്ടായത്. ഈ ജൂൺ 27 അത് 7,354 എന്ന ലെവലിലാണ്. അതായത് അവിടെ 7% ഒരു പോസിറ്റീവ് റിട്ടേൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ അസറ്റ് ക്ലാസ്സുകളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അമേരിക്കയിലെ ഇൻഡെക്സ് ആയിട്ടുള്ള S&P 500 മാത്രമാണ് പോസിറ്റീവിൽ ഇപ്പോൾ നിൽക്കുന്നത്. 7% പോസിറ്റീവാണ് അവിടെ ഇൻഡെക്സ് നൽകിയ റിട്ടേൺ. ഇനി നമ്മൾ ജനുവരി 1 തീയതി മുതൽ ഈ ജൂൺ 27 വരെയുള്ള ഈ ഒരു കാലയളവിൽ ചില ഘട്ടങ്ങളിൽ ഈ പറയുന്ന അസറ്റ് ക്ലാസ്സുകളൊക്കെ ചില ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മൾ ജനുവരി 1 ജൂൺ 27 ഡാറ്റകൾ മാത്രമാണ് നേരത്തെ പരിശോധിച്ചത്. എന്നാൽ ഇതിനിടയിൽ ചില ഇൻട്രാഡേയിൽ ഇത് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം ഹൈയിൽ നിന്ന് എത്രമാത്രം ഇത് താഴത്തേക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ അവിടെ നിഫ്റ്റി 50 നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജനുവരി മുതൽ ഈ ജൂൺ 27 വരെയുള്ള ഈ ഒരു കാലയളവിൽ 26,373 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ഹൈയോട് അടുത്തുള്ള ഒരു ഹൈ ആണ്. അപ്പോൾ ആ ഒരു ഹൈയിൽ നിന്നും ഏകദേശം 8.7% ഒരു ഫോളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫോള് ജനുവരി 1 മുതൽ 27 വരെ എടുത്താലും ഹൈയിൽ നിന്നുള്ള ഫോൾ എടുത്താലും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാൽ ഗോൾഡിൻ്റെ അതിൻ്റെ ഹൈയിൽ നിന്നുള്ള ഫോൾ 26%. 5,595 എന്നുള്ള ഹൈ പെർ ഔൺസ് ഡോളറിൽ ക്രിയേറ്റ് ചെയ്ത ഗോൾഡ് ഇപ്പോൾ
4089 എന്ന ലെവലാണ്. അവിടെ 26% ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. സിൽവർ നോക്കുകയാണെങ്കിൽ 121 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ 59 എന്ന ലെവലാണ്. 51% ഫോളാണ്, ഏറ്റവും വലിയ ഫോളാണ് ഈ ഒരു കമ്മോഡിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ റിയൽറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 920 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് 10% കൂടുതലുള്ള ഒരു ഫോളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബിറ്റ്കോയിൻ ഈ ഒരു 6 മാസ കാലയളവിൽ 97,700 ലെവല് ക്രോസ് ചെയ്തിരുന്നു. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 38% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ S&P 500 നോക്കുകയാണെങ്കിൽ 7,620 എന്നുള്ള ഹൈയിൽ നിന്നും ഇപ്പോൾ 3.5% ഡൗൺ ആയിട്ടാണുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന 6 അസറ്റ് ക്ലാസ്സിലും അതിൻ്റെ ഹൈയിൽ നിന്ന് നെഗറ്റീവ് റിട്ടേൺ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 6 മാസം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നേട്ടവും നൽകാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് നമുക്ക് പല ഇൻഡെക്സുകളിൽ കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ S&P 500-ഉം Nifty 50-യും സിംഗിൾ ഡിജിറ്റിൽ മാത്രമേ ഫോളോ ആയിട്ടുള്ളൂ. അതേസമയം പരമ്പരാഗതമായിട്ട് സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ഗോൾഡ് 26%, സിൽവർ 51% ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗോൾഡിലും സിൽവറിലും ഇത്ര വലിയ ഫോൾ ഉണ്ടായിട്ടും ഇക്വിറ്റി മാർക്കറ്റ് എന്തുകൊണ്ട് പിടിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സ്വർണവും വെള്ളിയും പോലെ കേവലം ഡിമാൻഡ് സപ്ലൈ അടിസ്ഥാനത്തിലല്ല ഇക്വിറ്റി മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ S&P 500-ഉം Nifty 50 പോലെയുള്ള ഇൻഡെക്സുകളിലുള്ള കമ്പനികൾ നിരന്തരമായിട്ട് അവർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഗ്ലോബൽ ലെവലിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായാലും ശക്തമായ ബിസിനസ്സും വരുമാനവുമുള്ള വലിയ കമ്പനികൾ അതിൻ്റെ വില ഇടിയാതെ മാർക്കറ്റിൽ താങ്ങായി നിൽക്കുന്നത് കാണാം. ഇതുകൂടാതെ നമ്മൾ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് നോക്കുകയാണെങ്കിൽ FIIsന്റെ വൻതോതിലുള്ള സെല്ലിങ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ DISന്റെ അതിശക്തമായ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിന് പിടിച്ചിരുന്നത്. ഇതേപോലെ തന്നെയാണ് S&P 500-ലും. കാരണം പെൻഷൻ ഫണ്ടുകളും റിട്ടയർമെൻറ്റ് നിക്ഷേപങ്ങളും കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വിറ്റി മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോകാതെ അതിന് ഫൗണ്ടേഷൻ നൽകാൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി നൽകാൻ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും തയ്യാറാകുന്നുണ്ട് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത്. എന്നാൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? അവിടെ 2026 തുടക്കത്തിൽ വലിയ തോതിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം ആളുകൾ സേഫ് ഹെവൻ എന്നുള്ള രീതിയിൽ ഗോൾഡിലേക്കും സിൽവറിലേക്കും ശക്തമായ പണം ഒഴുക്കുകയും എന്നാൽ മാർക്കറ്റിൽ പിന്നീട് ആ ഒരു വാർ ഫിയറൊക്കെ ഒഴിഞ്ഞപ്പോൾ ആ ഹൈ പ്രൈസിലുണ്ടായിരുന്ന ഈ കമ്മോഡിറ്റികളിൽ നിക്ഷേപിച്ചവർ ലാഭം എടുത്തുകൊണ്ട് പിന്മാറുകയാണ്. അതുകൊണ്ടാണ് ഗോൾഡിൽ 26% ഫോളും സിൽവറിൽ 51% ഫോളൊക്കെ നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗോൾഡിനും സിൽവറിൻ്റെയും ഡിമാൻഡ് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. അപ്പോൾ ഗോൾഡിന് സേഫ് ഹെവൻ എന്നുള്ള ഒരു സ്ഥാനമുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ തിരിച്ചുവരവ് പൊതുവെ വളരെ സ്പീഡായിട്ട് നടക്കാറുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ലെവലിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വലിയ കുറവ് വന്നാൽ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഗോൾഡിലേക്ക് മടങ്ങിയെത്തും. ഇപ്പോൾ സാധാരണഗതിയിൽ ഗോൾഡ് 20 to 30% ഒക്കെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 12 മുതൽ 18 മാസത്തിനുള്ളിൽ അത് റിക്കവർ ചെയ്യാറുണ്ട്. ഇനി സിൽവറിലേക്ക് വന്നാൽ അവിടെ 51% വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സിൽവറിൻ്റെ കാര്യത്തിൽ അത് കേവലം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയൽ ഡിമാൻഡും സോളാർ പാനലുകൾ, ഇലക്ട്രോണിക്സ്, EV തുടങ്ങിയ മേഖലയിലുള്ള ഡിമാൻഡ് വർദ്ധിച്ചതാണ് സിൽവർ ഉയരാൻ കാരണം. ഇത്രയും വലിയൊരു ഇടിവ് ഇവിടെ സംഭവിച്ചതുകൊണ്ട് തന്നെ ആ ഒരു പ്രീവിയസ് ഹൈയിലേക്ക് തിരിച്ചെടുത്താൻ കുറച്ചുകൂടി സമയമെടുക്കും. ഇപ്പോൾ ഗോൾഡിനേക്കാൾ കൂടുതൽ സമയം എടുത്തുകൊണ്ടായിരിക്കും സിൽവർ ഒരു പക്ഷേ റിക്കവർ ചെയ്യുക. ഒരു പക്ഷേ അത് 2 മുതൽ 3 വർഷം വരെയൊക്കെ എടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്നാൽ നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഗോൾഡും സിൽവറും അതിൻ്റെ ഉയർന്ന വിലയിൽ നിന്ന് ഇത്രയും ലോ പ്രൈസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അക്യുമുലേഷൻ ചെയ്യാനുള്ള അവസരമാണ്. എന്നാൽ അത് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗുണകരമാകുക. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ അതിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് ഈക്വിറ്റി മാർക്കറ്റ് പോലെ അത്ര പെട്ടെന്ന് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ്, സിൽവർ കമ്മോഡിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇതേപോലെ ബിറ്റ്കോയിനിലുണ്ടായിട്ടുള്ള ഇടിവ് 38%. ഒരു സിൽവർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കറക്ഷൻ വന്നിട്ടുള്ളത് ബിറ്റ്കോയിനിലാണ്. അപ്പോൾ ഇവിടെ ബിറ്റ്കോയിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികളുടെ ഒരു പ്രശ്നം, അവിടെ ഈക്വിറ്റി മാർക്കറ്റിലെ സെബി പോലെ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഇല്ല. അപ്പോൾ അവിടെ വലിയ തോതിലുള്ള മാനിപ്പുലേഷൻ നടക്കുമ്പോൾ സർവൈലൻസ് മെഷറിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സർക്യൂട്ട് ബ്രേക്കറുകൾ വെച്ചുകൊണ്ട് ട്രേഡിംഗ് നിർത്തിവെക്കാനെന്നുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഫോളോ എന്ന് പറയുന്നത് ഫ്രീ ഫോൾ ആയിരിക്കും. കയറുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഫാസ്റ്റ് ആയിട്ടുള്ള തിരിച്ചുവരവാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈക്വിറ്റി മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും സേഫായിട്ടുള്ള ഒരു സംഭവമല്ല ക്രിപ്റ്റോ മാർക്കറ്റ്. ഇനി നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വന്നാൽ, അപ്പോൾ നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ പൂർണ്ണമായ ചിത്രം നമുക്ക് ഈ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിൽ കിട്ടണമെന്നില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 10 റിയൽ എസ്റ്റേറ്റ് കമ്പനികളാണ് ഈ ഒരു ഇൻഡെക്സിലുള്ളത്. ഇപ്പോൾ DLF, ഗോദ്രേജ്, പ്രസ്റ്റീജ്, മാക്രോടെക്, ഫിനിക്സ് മിൽസ് പോലെയുള്ള കമ്പനികളാണ് ഇതിലുള്ളത്. അപ്പോൾ വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു ബിസിനസ്സിൻ്റെ പ്രതിഫലനം മാത്രമാണ് ഇവിടെ ഉണ്ടാവുക.
എന്നാൽ പലിശ നിരക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഹൗസിംഗ് ലോണിൻ്റെ നിരക്കുകൾ, സർക്കാരിൻ്റെ നയങ്ങൾ, ഇതൊക്കെ റിയൽ എസ്റ്റേറ്റ് മേഖല എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായ സൂചന ഈ ഒരു ഇൻഡെക്സ് നമുക്ക് നൽകാറുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ 70% അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലോക്കൽ ബിൽഡേഴ്സും മറ്റും അടങ്ങിയിട്ടുള്ള ഒരു അസംഘടിത മേഖലയാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാത്ത ആയിരക്കണക്കിന് ലോക്കൽ ബിൽഡർമാരും പ്രൊജക്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിഫ്റ്റി റിയൽറ്റി ഇൻഡെക്സ് പൂർണ്ണമായ ചിത്രം തരില്ല. അതുകൂടാതെ റിയൽ എസ്റ്റേറ്റ് എന്നത് പൂർണ്ണമായ ഒരു ലോക്കൽ മാർക്കറ്റാണ്. ഉദാഹരണത്തിന് ബോംബെയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഫ്ലാറ്റുകൾക്ക് വലിയ ഡിമാൻഡ് ഉള്ളപ്പോൾ തന്നെ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ ഭൂമി വിലയിൽ വലിയ ഇടിവ് സംഭവിച്ചേക്കാം. അപ്പോൾ ഈ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് പ്രധാനമായിട്ടും മെട്രോ നഗരങ്ങളിലുള്ള വൻകിട പ്രൊജക്റ്റുകളെ അടിസ്ഥാനമാക്കിയാണ് ചലിക്കുന്നത്. എന്നാൽ കോർപ്പറേറ്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ വളർച്ചയും ട്രെൻഡും അറിയണമെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി സൂചിക വളരെ മികച്ചൊരു ചിത്രമാണ് നൽകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് മേഖല ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവിടെയും ഒരു 10% ഇടിവ് ഹൈയിൽ നിന്നുണ്ടായതായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു അസറ്റ് ക്ലാസ്സുകൾ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് വെൽത്ത് ക്രിയേഷന് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ് ഇപ്പോഴും ഈക്വിറ്റി തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഷോർട്ട് ടേമിൽ വളറ്റിലിറ്റി ഉണ്ടായാലും ഇൻവെസ്റ്റേഴ്സ് ലോങ് ടേം ആയിട്ട് എപ്പോഴും ഈക്വിറ്റി മാർക്കറ്റിന് തന്നെയാണ് മുൻഗണന കൊടുക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു വിലയിരുത്തലിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിവിധ അസറ്റ് ക്ലാസ്സുകളെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിരിക്കും. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.